കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്റ്റേണൽ CSS എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നാണ് നോക്കിയിരുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ CSS നമ്മളിപ്പോൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഒരു style.css എന്ന് പറയുന്ന ഒരു ഫയൽ, അത് ബ്ലാങ്ക് ആണ്. ഇപ്പോൾ അത് നമ്മൾ ഈ ലിങ്ക് ടാഗ് വെച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് HTML എലമെൻറ്റ്സ് കുറച്ചുണ്ടാക്കി ഒരു div എലമെൻ്റ് ഉണ്ടാക്കണം. ആദ്യം ഈ div എലമെൻ്റ് ഉള്ളിൽ രണ്ട് ചൈൽഡ് എലമെൻറ്റ്സ്, ഒരു h1 ടാഗ്, അതേപോലെ ഒരു p ടാഗ്. അങ്ങനെ രണ്ട് എലമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ ഡിസ്പ്ലേ ആവും. ഇനി അത് നമുക്ക് ഇതിനൊരു ആട്രിബ്യൂട്ട്സ് കൊടുക്കാം. അതായത് ഈ ഡിവിന് നമുക്കൊരു ID പറഞ്ഞൊരു ആട്രിബ്യൂട്ട് കൊടുക്കാം, ഈക്വൽ ടു page1 എന്ന് കൊടുക്കാം. ഈ h1ന് നമുക്ക് ക്ലാസ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കാം, ഹെഡിങ്. ഇനി p ടാഗിന് നമുക്ക് ക്ലാസ് ഈക്വൽ ടു പാര എന്ന് കൊടുക്കാം, പാരഗ്രാഫ് ടാഗ് ആവും. നമുക്ക് എന്ത് നെയിം വേണമെന്നുണ്ട് കൊടുക്കാം. ഇതിപ്പോൾ ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തു എന്നുള്ളൂ. ഇനി നമുക്ക് ഈ സ്റ്റൈൽ ഫയലിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് div എലമെൻറ്റിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ID ആണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ID ഈക്വൽ ടു page1 ആണ്. അങ്ങനെ കൊടുത്ത് കേളി ബ്രേസസിനുള്ളിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി നെയിം, പിന്നെ ഒരു കോളൻ, പിന്നെ അതിൻ്റെ വാല്യൂ, പിന്നെ സെമി കോളൻ, അങ്ങനെയാണ് വരിക. നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ കളർ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ കളർ നമ്മൾ ബ്ലൂ എന്ന് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്ത് നമുക്ക് നോക്കിയാൽ അതിൻ്റെ ചൈൽഡ് എലമെൻറ്റ്സ് ആയ h1നും p-നും ഈ ബ്ലൂ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഇപ്പോൾ ഒരു ഇപ്പോൾ പ്ലം കൊടുക്കാം. അത് കൊടുത്ത് സേവ് ചെയ്താൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു പിങ്കിഷ് കളറായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിന് ഹൈറ്റും വിഡ്ത്തും ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് ഇതിനനുസരിച്ചുള്ളൊരു ഹൈറ്റും വിഡ്ത്തുമാണ് ഇവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു ഹൈറ്റും വിഡ്ത്തും നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വിഡ്ത്ത് 100% കൊടുക്കാം. അപ്പോൾ അത് ഫില്ലാവും നമ്മുടെ ബ്രൗസർ വിൻഡോ. പിന്നെ അതേപോലെ ഹൈറ്റും നമുക്ക് 100% കൊടുക്കാം. അപ്പോൾ ഇത് ഫില്ലായിട്ടുണ്ട്. പക്ഷേ ഇതിന് 4 പുറം നമുക്ക് കുറച്ചൊരു മാർജിൻ കാണാൻ പറ്റും. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ HTML ഡിഫോൾട്ട് സ്റ്റൈലിംഗ് ആണ്. ഡിഫോൾട്ടായിട്ട് വരുന്ന മാർജിനും പാഡിങ്ങുമാണത്. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റാർ കൊടുക്കുക. സ്റ്റാർ പറഞ്ഞ റൂട്ട് എലമെൻറ്റിനെയാണ് റെഫറൻസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ബ്രേസസിനുള്ളിൽ നമ്മൾ മാർജിൻ 0, പാഡിങ് 0 എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്കത് ഒഴിവായി കിട്ടിയിട്ടുണ്ട്, ഒരു ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ബാക്കിയുള്ളതിനെ റെഫറൻസ് ചെയ്യാം. അതായത് നമ്മൾ ഹെഡിന് ഡോട്ട് ഹെഡ് എന്നാണ് കൊടുത്ത് ഹെഡിങ് ടാഗ്, ക്ലാസ് ആവുകൊണ്ട് ഡോട്ട് വെച്ച് റെഫറൻസ് ചെയ്തു. അതേപോലെ നമുക്ക് ഡോട്ട് പാരഗ്രാഫ് ടാഗ്. ഇപ്പം നമുക്ക് ഇതിന് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കളേഴ്സൊക്കെ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ കളറ് സാൽമൺ കൊടുക്കാം. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ കളറ് ഇപ്പോൾ പർപ്പിൾ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്താൽ അതിനനുസരിച്ചുള്ള കളറായിരിക്കും വന്നിരിക്കുന്നത്. അത് പാരൻ്റ് എലമെൻറ്റിൻ്റെ കളറ് ഓവർ റൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സാൽമനുള്ളത് നമുക്ക് റെഡ് ആക്കാം, എന്നാൽ ഒന്നുകൂടിയും കാണാൻ വ്യക്തമായിരിക്കും. റെഡ് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ഫോണ്ട് ഫാമിലി ഡിഫൈൻ ചെയ്യാം. അതായത് ഫോണ്ടിൻ്റെ ഫാമിലി. ഇപ്പോൾ ഫോണ്ട് ഫാമിലി കൊടുക്കുമ്പോൾ ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ള ഫോണ്ട് സാൻസ് സെരീഫാണ്. സാൻസ് സെരീഫ് കൊടുത്താൽ കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള ഫോണ്ടായിരിക്കും വരിക. അപ്പോൾ സാൻസ് സെരീഫിന് കൊടുത്താൽ ഇപ്പോൾ ഹെഡിനും പാരഗ്രാഫിനും അത് അപ്ലൈ ആയിട്ടുണ്ടാവും.
കുറച്ചുകൂടി നല്ല ഫോണ്ട് അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇപ്പോൾ ഈ ഹെഡിൻ്റെ ഫോണ്ട് സൈസ് ഡിഫൈൻ ചെയ്യാം. ഫോണ്ട് സൈസ് ഇപ്പോൾ നമ്മൾ ഒരു 30 പിക്സൽസ് കൊടുത്താൽ അത് വലിയ ചേഞ്ച് ഒന്നുമില്ല, കാരണം അത് ഡിഫോൾട്ട് അത്ര തന്നെ ഇരുന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 60 പിക്സൽസ് കൊടുക്കാം. ഫോണ്ട് സൈസ് 60 പിക്സൽസ് കൊടുത്തപ്പോൾ ഇത് അതിനനുസരിച്ച് വലുതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പാരഗ്രാഫ് ടാഗിനും കൊടുക്കാം. ഫോണ്ട് സൈസും ഒരു 40 പിക്സൽസ് കൊടുക്കാം. അപ്പോൾ അതും അതിനനുസരിച്ച് വലുതായിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഫോണ്ട് വെയിറ്റ് ആണ്. ഫോണ്ട് വെയിറ്റ് പറഞ്ഞാൽ നമ്മുടെ ഫോണ്ടിൻ്റെ ബോൾഡ്നെസ് ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഫോണ്ട് വെയിറ്റ് നമുക്ക് ഒന്നുമില്ല ബോൾഡർ, ലൈറ്റർ, പിന്നെ 100 to 900 വരെ കൊടുക്കാം. ഈ വാല്യൂസിനനുസരിച്ച് തിക്നെസ് വരും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 200 ഒക്കെയാണ് കൊടുത്തു വെച്ചാൽ ലൈറ്റ് ആവും, തിക്നെസ് ഭയങ്കര കമ്മിയായിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഒരു 900 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര തിക്നെസ് വന്നിട്ടുണ്ടാവും ഈ ഹെഡിങ്ങിന്. അങ്ങനെയാണ് നമുക്ക് ഫോണ്ട് വെയിറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇനിയുള്ളത് നമുക്ക് ഫോണ്ട് വേരിയൻ്റ് ആണ്. അത് നമുക്ക് സ്മോൾ ക്യാപ്സ് കൊടുത്താൽ സ്മോൾ ക്യാപ്സ് ലെവലിലേക്ക് അതിൻ്റെ വേരിയൻ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറേ ടാഗ്സ് ഉണ്ട്. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ടാഗ്സൊക്കെ നമുക്ക് ജസ്റ്റ് W3 സ്കൂൾസ് അതൊക്കെ റെഫറൻസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിനെ കുറിച്ചിട്ടൊക്കെ ബ്രീഫായിട്ടുള്ള ഇത് പറഞ്ഞു തരും. ഇനിയുള്ളത് ടെക്സ്റ്റ് അലൈൻ ആണ്. അത് നമ്മൾ പാരന്റ് എലമെന്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്ററിന് കൊടുത്തു വെച്ചാൽ അതിൻ്റെ ചൈൽഡ് എലമെൻറ്റ്സ് ഒക്കെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ടാവും. അത് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തില്ലേ, അത് ഒഴിവാക്കിയിട്ട് നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇമേജാണ് കൊടുക്കേണ്ടതെന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളറിന് പകരം ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തിട്ട് URL എന്ന് കൊടുത്ത് ഈ പാരന്തസിസിനുള്ളിൽ നമ്മൾ ഇമേജിക്കുള്ള പാത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇമേജ് ഇല്ല, ഞാനൊരു ഇമേജ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടട്ടെ ആദ്യം. ഇപ്പോൾ ഞാനിതിനുള്ളിൽ profile.png പറയുന്ന ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്, ഈ ഫോൾഡറിനുള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൾഡറിനുള്ളിൽ തന്നെ ഇവിടെ // കൊടുക്കുക, profile.png എന്ന് ടൈപ്പ് ചെയ്യുക അതിനുള്ള പാത്ത്. എന്നിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് ബ്രൗസർ തുറന്നാൽ നമുക്ക് കാണാം അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഇമേജ്. പക്ഷേ ഇത് കറക്റ്റ് ഇതിനനുസരിച്ചിട്ടല്ല വന്നിരിക്കുന്നത്, അതിൻ്റെ ഡിഫോൾട്ട് സ്കെയിലിങ്ങിനനുസരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് സൈസ് നമുക്ക് കവർന്ന് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് സൈസ് കവർന്ന് കൊടുത്താൽ ഇത് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഏകദേശം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സൈസ് കണ്ടെയ്ൻ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, അത് ഇതിനുള്ളിൽ ഈ മൊത്തം ഇമേജ് കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ. പക്ഷെ അപ്പോൾ ഇവിടെ പ്രശ്നം വരുന്നത് പറഞ്ഞാൽ ഈ ഇമേജ് ഇത് മൊത്തം കൊള്ളുന്ന അത്ര ഇല്ല, അതുകൊണ്ട് ഇത് റിപ്പീറ്റിംഗ് ആയി വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് നോ റിപ്പീറ്റ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യമേ വരുള്ളൂ, അത് റിപ്പീറ്റ് ചെയ്യില്ല. പക്ഷെ നമുക്ക് ഫില്ലായിട്ടാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇതിന് നല്ലത് കവർന്ന് കൊടുക്കുന്നതാണ്. അതിന് ഏകദേശം ഒരു 16:9 ഇമേജസ് എടുത്തിട്ട് നമ്മൾ കവർന്ന് കൊടുത്താൽ കറക്റ്റായിട്ട് വരും. ഇതിപ്പോൾ കുറച്ച് റേഷ്യോ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ്, എന്നാലും കുഴപ്പമില്ലാതെ വരും. കവർന്ന് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാം.
അപ്പോൾ ഇനി കൂടുതൽ പ്രോപ്പർട്ടീസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.